നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. CPIM കളർകോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വേറിട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ വെള്ളത്തിൽ മുങ്ങി നിന്നാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പുന്നപ്ര വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും MLA ചടങ്ങിൽ അനുമോദിച്ചു. ആലപ്പുഴ SD കോളേജിലെ 93-95 വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ച് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വേറിട്ട പരിപാടിയായി മാറി. വിസ്മിതം 2025 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. CPIM കളർകോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കളർകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി VS രൂപാന്തരം പ്രാപിക്കുന്നത്. ചരിത്രമെല്ലാം ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതായിട്ടില്ല. ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപം കൊണ്ടത് ആലപ്പുഴയിലാണ്. കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊണ്ടത് കുട്ടനാട്ടിലാണ്, കൈനേരിയിലെ ചെറുകായക്കായാണ്. പിന്നെ തൊഴിലാളി വർഗത്തിന്റെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ബാല്യകാലം എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിതമായി അണിനിരത്താൻ തുടങ്ങിയ പ്രദേശമാണ് ഈ ആലപ്പുഴ. ആദ്യത്തെ കയർ മേഖലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുന്നതാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ. തിരുവിതാംകൂർ കർഷക തൊഴിലാളി പ്രസ്ഥാനമാണ് ആദ്യത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനം. ഈ രണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ഘട്ടത്തിലും VSന്റെ കൃത്യമായ രാഷ്ട്രീയ നേതൃത്വത്തെ കാണാൻ പറ്റും. 1940-കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കർഷക തൊഴിലാളിയെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അത്തരം ഒരു ചുമതലയിലേക്ക് VS വരുന്ന കാലത്തെ കർഷക തൊഴിലാളി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത തൊഴിലാളിയാണ്. കൂലി ജോലിയെടുത്താൽ കൂലി ചോദിക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയാണ്. ജോലി തന്നെ കിട്ടിയാൽ അത് കൂലി ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചാൽ തല്ലി മേടിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഇന്ന്. കൈതവന NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J. വിനോദ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് സനിൽ യോഗത്തിൽ അധ്യക്ഷനായി. സാമുദായിക സംഘടനകളുടെയും പ്രതിനിധികളായ PK സദാശിവൻ പിള്ള, അജയ് സുധീന്ദ്രൻ, VN വിജയകുമാർ, S. സുരേഷ് ബാബു, D. സിദ്ധാർത്ഥൻ, ഷൈബു K. ജോൺ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വേറിട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ വെള്ളത്തിൽ മുങ്ങി നിന്നാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ അതിജീവനം എന്ന പേരിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് കൂട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചു. വിശാല കുട്ടനാട്ടിലെ പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾക്ക് അകംപുറങ്കല്ല് കെട്ടി ഉയർത്തി ബലപ്പെടുത്തി ട്രാക്ടർ റോഡുകളാക്കുക, ജലവിധാനം നിയന്ത്രിക്കുവാൻ നെതർലാൻഡ്സ് മാതൃകയിൽ ആധുനിക പമ്പ് സെറ്റ് തോട്ടപ്പള്ളി സ്പിൽവേയിലും തണ്ണീർമുക്കം ബണ്ടിലും സ്ഥാപിക്കുക, ജലാശയങ്ങളുടെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാൻ എക്കലും പോളയും മാലിന്യവും നീക്കം ചെയ്യുക, ജലാശയ ശുചീകരണം വീണ്ടും തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തുക, നിരന്തരമായ വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും 25,000 രൂപ ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിജീവനം എന്ന പേരിൽ വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതി ചെയർമാൻ BK വിനോദിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് കൂട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചത്. നേരത്തെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ CR നീലകണ്ഠൻ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. സമിതി ചെയർമാൻ BK വിനോദിനോടൊപ്പം ജോൺ C. ടിറ്റോ, റോയി മുട്ടാർ, മോൻസി ജോസഫ് കൈനഗിരി എന്നിവരും വേറിട്ട പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് വീടുകളിൽ വെള്ളം കിടക്കുന്നവർക്ക് അടിയന്തരമായി 25,000 രൂപ ധനസഹായം നൽകണമെന്നും അതുപോലെ തന്നെ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അടിയന്തരമായി വിലയിരുത്തി നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്നും വരും നാളുകളിലെങ്കിലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി
ജനവാസമുള്ള പാടശേഖരങ്ങളിൽ ഇരുകരകളും കല്ലുകെട്ടി നടുക്ക് റിഗ് ബെഡ് നിർമ്മിച്ച് ടാക്ടർ റോഡ് നിർമ്മിക്കണമെന്നുള്ള അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഉപവാസ സമരം പ്രതീകാത്മകമായി ഞങ്ങൾ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് രാവിലെ 10 മുതൽ ഞങ്ങളുടെ ഉദ്ഘാടനം തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത്. സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് സുദർശനകുമാർ, അലക്സ് മാത്യു, സോണിച്ചൻ പുളിങ്കുന്ന്, ബാബു വടക്കേടം, ബാലൻ ഊരിക്കരി, ജോഷി പാറശ്ശേരി, സി കെ കൃഷ്ണകുമാർ, പി ആർ സതീശൻ, ജോസ് കുരുവിള, ഷിജിൻ, സി ബാബു, പി കെ സജിമോൻ എന്നിവരടക്കം വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ കൂട്ടസമരത്തിൽ സംബന്ധിച്ചു. പുന്നപ്ര വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. എച്ച് സലാം എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും MLA ചടങ്ങിൽ അനുമോദിച്ചു. പുന്നപ്ര വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. എച്ച് സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. അതെല്ലാം വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി PS രൂപാന്തരം പ്രവർത്തിക്കുന്നത്. ചരിത്രമെല്ലാം ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപം കൊണ്ടത് ആലപ്പുഴയിലാണ്. കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊണ്ടത് കുട്ടനാട്ടിലാണ്, കൈനേരിയിലെ ചെറുകായക്കായാണ്. പിന്നെ തൊഴിലാളി വർഗത്തിന്റെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ബാല്യകാലം എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിതമായി അണിനിരത്താൻ തുടങ്ങിയ പ്രദേശമാണ് ഈ ആലപ്പുഴ. ആദ്യത്തെ കയർ മേഖലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുന്നതാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ. തിരുവിതാംകൂർ കർഷക തൊഴിലാളി പ്രസ്ഥാനമാണ് ആദ്യത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനം. ഈ രണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ഘട്ടത്തിലും BSന്റെ കൃത്യമായ രാഷ്ട്രീയ നേതൃത്വത്തെ കാണാൻ പറ്റും. SSLC+2 ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയം കൈവരിച്ചവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും MLA ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ആർ അമൃതരാജ് അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK മതികുമാർ, ബീച്ച് LP സ്കൂൾ പ്രധാനാധ്യാപിക S ശ്രീജ, UKD പ്രിൻസിപ്പൽ D ഉണ്ണികൃഷ്ണൻ, AKDS 51 നമ്പർ കരയോഗം പ്രസിഡന്റ് D അഖിലാനന്ദൻ, വനിതാവേദി സെക്രട്ടറി ബീന ശ്യാം, ബാലവേദി സെക്രട്ടറി കെവിൻ S മോഹൻ, യുവജനവേദി സെക്രട്ടറി പ്രണവ് ഉദയപ്പൻ, ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി S രാജു, വൈസ് പ്രസിഡന്റ് K സനിൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ശ്യാം S കാര്യാത്തി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ SD കോളേജിലെ 93-95 വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ച് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വേറിട്ട പരിപാടിയായി മാറി. വിസ്മിതം 2025 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പൂർവ്വകാല സുഹൃത്തുക്കൾ പരസ്പരം ആശംസകൾ നേർന്നും സമ്മാനങ്ങൾ കൈമാറിയും സൗഹൃദവും ഒപ്പം ഓർമ്മകളും പുതുക്കിയ ആഘോഷ പരിപാടി വേറിട്ട ചടങ്ങായി മാറി. ആലപ്പുഴ SD കോളേജിലെ 93-95 വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ച് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിസ്മിതം 2025 പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് അക്ഷരാർത്ഥത്തിൽ പേര് പോലെ തന്നെ വിസ്മയ കൂട്ടായ്മയായി മാറിയത്. കളിയും ചിരിയും തമാശ പറച്ചിലും കലാപരിപാടികളും മാത്രമാക്കാതെ വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ആദരിക്കൽ, നേത്രപരിശോധനാ ക്യാമ്പ്, രക്തപരിശോധനാ ക്യാമ്പ് അടക്കം കൂട്ടായ്മയുടെ മാറ്റുകൂട്ടി. SD കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ VR പ്രഭാകരൻ നായർ ദീപം തെളിയിച്ച് പരിപാടിയുടെ തുടക്കം കുറിച്ചു. നമ്മളുടെ ഗ്രൂപ്പിലുള്ള നമ്മളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പാണിത്. ഇതിനു മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പേര് ഇന്നിവിടെ എത്തിച്ചേരാത്തവരും ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രയത്നിച്ച ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ 1-2 പേരുകൾ ഞാൻ പറയാം. മനോജ്, കവിത, അങ്ങനെയുള്ള ആളുകൾ. അപ്പം എന്നാൽ കൂടി നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഇതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകള് ഇതിനായിട്ട് പരിശ്രമിക്കുന്ന പരിശ്രമം നമ്മളിപ്പം. മുൻ അധ്യാപകൻ ഡോക്ടർ PK ഗോപാലകൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരായ സീനത്തുന്നിസ, പിനു രാജേഷ്, പ്രബീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളും ഭാവിയും എന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽകുമാറും ഗ്രൂപ്പ് അംഗങ്ങളായ സജി വിജയൻ, പൗർണ ശ്രീകാന്ത് എന്നിവർ
ആരോഗ്യ ഇൻഷുറൻസിനെ സംബന്ധിച്ചും ചെറുകിട നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ക്ലാസിനെ തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ലോകോത്തര ശാസ്ത്ര സാങ്കേതിക അടിത്തറ സ്ഥാപിച്ചായിരിക്കണം രാജ്യത്തെ സമ്പന്നമാക്കേണ്ടതെന്ന് മിസൈൽ വനിത കൂടിയായ ഡോക്ടർ ടെസി തോമസ് അഭിപ്രായപ്പെട്ടു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ സമ്പന്നമാക്കേണ്ടത് ലോകോത്തര ശാസ്ത്ര സാങ്കേതിക അടിത്തറ സ്ഥാപിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുൻ സയന്റിസ്റ്റും ഇന്ത്യയുടെ മിസൈൽ വനിത കൂടിയായ ഡോക്ടർ ടെസി തോമസ് അഭിപ്രായപ്പെട്ടു. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും പ്രപഞ്ച നിഗൂഢതകൾ പരിഹരിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ശാസ്ത്രത്തിലൂടെ നമുക്ക് കഴിയും. അതേസമയം കാര്യക്ഷമത, ഉൽപാദനക്ഷമത, ജീവിത നിലവാരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് പ്രായോഗിക രീതികളിൽ ഈ ശാസ്ത്രീയ അറിവ് ഉപയോഗിക്കാൻ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കഴിയണമെന്നും അപ്പോൾ മാത്രമേ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഫലപ്രദമായി പറയാൻ കഴിയൂ എന്നും ടെസി തോമസ് കൂട്ടിച്ചേർത്തു. മുഖ്യാതിഥിയിൽ നിന്നും 200ഓളം വിദ്യാർത്ഥികൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ബിരുദദാന ചടങ്ങിൽ കോളേജ് ചെയർമാനും സെക്രട്ടറിയുമായ ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ വി അജിത് പ്രഭു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, ഡോക്ടർ അലക്സ് ജെയിംസ്, ജേക്കബ് തോമസ് എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥി വികസന ഡീൻ ഡോക്ടർ എസ് ശരത് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കളർകോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. ഇസ്ലാം MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വേറിട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ വെള്ളത്തിൽ മുങ്ങി നിന്നാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പുന്നപ്ര വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. H. ഇസ്ലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും MLA ചടങ്ങിൽ അനുമോദിച്ചു. ആലപ്പുഴ SG കോളേജിലെ 93-95 വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ച് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വേറിട്ട പരിപാടിയായി മാറി. വിസ്മിതം 2025 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.